ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കർത്താവിൽ പ്രിയരെ, ഇന്ന് നമ്മൾ അല്പനിമിഷം ചർച്ച ചെയ്യുമ്പോൾ ഒലിവുമലയെക്കുറിച്ച്, ഒലിവുമലയിൽ നടന്ന ചില സംഭവത്തെക്കുറിച്ചുമാണ് ചിന്തിക്കുന്നത്. ജെറുസലേം എന്ന നഗരത്തിൽ 5 മലകളാൽ ചുറ്റപ്പെട്ട നഗരമാണ് ജെറുസലേം. അതിൽ വളരെ പ്രധാനപ്പെട്ട മലകളിൽ ഒന്നാണ് ഒലിവുമല. ഈ ഒലിവുമലയിൽ നടന്ന അനേക സംഭവങ്ങൾ നമുക്കറിയാം. ഒരു സംഭവം ഇതാണ്: യേശു ദേവാലയത്തെ നോക്കി പ്രവചിക്കുന്നത് ഒലിവുമലയിൽ നിന്നാണ്. യേശു ദേവാലയത്തെ നോക്കി പ്രവചിക്കുമ്പോൾ അവിടെ അതേപോലെ വർഷങ്ങൾക്ക് മുൻപ് ഇതേപോലെ ഒരു വ്യക്തിയും അവിടെ നിന്ന് കരഞ്ഞുകൊണ്ട് ആ ജെറുസലേം നഗരത്തെ നോക്കി കരഞ്ഞിരുന്നു. അത് ദാവീദ് രാജാവാണ്. അപ്പോൾ യേശുവിനും ദാവീദ് രാജാവും ആ ഒലിവുമലയായിട്ട് ചേർന്ന് ഒരുപാട് സംഭവങ്ങൾ ബന്ധപ്പെട്ട് കിടക്കുന്നു. നമുക്കറിയാം, ജെറുസലേം ദേവാലയത്തിൻ്റെ പണികളെല്ലാം കാണിച്ചു കൊടുത്ത ശേഷം ശിഷ്യന്മാരുമായിട്ട് യേശു വിലപിച്ച ഒരു സ്ഥലമാണ് ഒലിവുമല. ഒലിവുമലയിൽ നിന്ന് അവൻ കണ്ണീർ പൊഴിച്ചപ്പോൾ അവൻ ജെറുസലേം ദേവാലയത്തെ നോക്കി പ്രവചിച്ചു, ഇവിടെ കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ എല്ലാം തകർക്കപ്പെടും. ഒലിവുമലയിൽ അവനിരുന്ന് കണ്ണുനീർ വാർത്ത പോലെ തന്നെ ദാവീദ് രാജാവും അതേ സ്ഥലത്ത് ദാവീദ് രാജാവും ഇരുന്ന് കണ്ണുനീർ വാർത്തിട്ടുണ്ട്. എന്തിനാ ദാവീദ് രാജാവ് കരഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ഓടിയത്? എന്തുകൊണ്ടാണ് ദാവീദ് രാജാവ് വിഷമിച്ചത്? തൻ്റെ മകനായ അബ്സലോം കൊല്ലുവാൻ വേണ്ടി തന്നെ ഓടിച്ചപ്പോൾ ദാവീദ് രാജാവും വിലപിച്ചുകൊണ്ടാണ് ഈ ഒലിവുമല കയറിയത്. യേശുവും ഇതാ ഒലിവുമലയിൽ ഇരുന്ന് ജെറുസലേം നോക്കി കരയുകയാണ്. അതേപോലെ ദാവീദ് രാജാവും തൻ്റെ രാജ്യത്വം നഷ്ടപ്പെട്ട് ആ ഒലിവുമലയിൽ ഇരുന്ന് ജെറുസലേമിനെ നോക്കി കരയുന്നു. യേശുവിൻ്റെ കരച്ചിൽ കാണുവാൻ ശിഷ്യന്മാരാണ് കൂടെ ഉണ്ടായിരുന്നതെങ്കിൽ ദാവീദ് രാജാവിൻ്റെ കണ്ണുനീര് കാണുവാൻ തൻ്റെ അനുചരന്മാരാണ് കൂടെ ഉണ്ടായിരുന്നത്. തൻ്റെ എല്ലാം നഷ്ടപ്പെട്ടു. രാജാവും പത്നിമാരും എല്ലാം നഷ്ടപ്പെട്ടു. തൻ്റെ പ്രധാന ഉപദേശകൻ പോലും ശത്രുഭാഗത്ത് ചേർന്നതുകൊണ്ട് വിലപിക്കുന്ന ദാവീദിനെ നമുക്കവിടെ കാണാൻ സാധിക്കും. ദാവീദ് രാജാവ് ആ ഒലിവുമലയിരുന്ന് ജെറുസലേം നോക്കി കരഞ്ഞത് തൻ്റെ നഷ്ടപ്പെട്ട രാജ്യത്തെക്കുറിച്ചാണെങ്കിൽ ആ രാജ്യത്തെ വീണ്ടെടുക്കാനുള്ള പദ്ധതികളെക്കുറിച്ചാണ് ദാവീദ് അവിടെ നിന്ന് ആലോചിക്കുന്നതെങ്കിൽ, യേശു തൻ്റെ വരാൻ പോകുന്ന ഭാവി രാജ്യത്തിൻ്റെ പദ്ധതികളെക്കുറിച്ചാണ് ഒലിവുമലയിലിരുന്ന ശിഷ്യരോട് പറയുന്നത്. താൻ തൻ്റെ വരവിൻ്റെ ലക്ഷണങ്ങൾ എന്ത്, തൻ്റെ രാജ്യം എപ്രകാരം, ഇങ്ങനെ തൻ്റെ വരാനിരിക്കുന്ന രാജ്യത്തെക്കുറിച്ച് യേശു പറയുമ്പോൾ തൻ്റെ നശ്വരമായ രാജ്യത്തെക്കുറിച്ച് ദാവീദ് പറയുന്നു, യേശു അനശ്വരമായ രാജ്യത്തെക്കുറിച്ച് യേശുവും പറയുന്നു. ഈ രണ്ടും സ്ഥലം ഒന്ന് തന്നെ, ഒലിവുമല. സ്തോത്ര, ഹല്ലേലൂയ. രണ്ടുപേരും ഒലിവുമലയിൽ നിന്ന് കരഞ്ഞവരാണ്, യേശുവും ദാവീദും. ഈ ഒലിവുമലയിൽ കരഞ്ഞുകൊണ്ട് ദാവീദ് നിലവിളിച്ച് ഒലിവുമലയെ കയറുന്നത് കാണാൻ സാധിക്കുമെങ്കിൽ യേശുവും കരഞ്ഞുകൊണ്ട് ആ ഒലിവുമല കയറുന്നത് കാണാൻ സാധിക്കും. ഇന്ന് ഒലിവുമലയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഒലിവുമല അനേകം യേശുവിൻ്റെ പ്രവൃത്തികൾക്ക് സാക്ഷ്യം വഹിച്ചാണ്. ശിഷ്യന്മാർക്ക് സ്വർഗസ്ഥനായ പിതാവേ എന്ന് പ്രാർത്ഥന പഠിപ്പിച്ചു കൊടുക്കുന്നത് ഒലിവുമലയിൽ നിന്നാണ്. അനേകം രഹസ്യങ്ങൾ ആ ഒലിവുമലയിൽ നിന്നാണ് അവരെ പഠിപ്പിച്ചു കൊടുക്കുന്നത്, അവരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുന്നത്. അവസാനം സ്വർഗത്തിലേക്ക് താൻ ഉദ്ധാനം ചെയ്തതും ആ ഒലിവുമലയിൽ നിന്നാണ്. ഒലിവുമലയെ, നിനക്കൊരു പ്രവചനമുണ്ട്. തൻ്റെ നാഥൻ വീണ്ടും വരുമ്പോൾ ആ ഒലിവുമലയുടെ മേൽ സ്ഥാനമുറപ്പിക്കും. ഒലിവുമല രണ്ടായിട്ട് പിളരും. അതെ, ഒലിവുമല വീണ്ടും ഒരു സംഭവത്തിന് സാക്ഷ്യം വഹിക്കാനായിട്ട് നിലകൊള്ളുകയാണ്. സ്തോത്ര, ഹല്ലേലൂയ. ഒലിവുമലയെ പറ്റി ചിന്തിക്കുമ്പോൾ എന്ത് നമുക്ക് ധ്യാനിക്കാൻ സാധിക്കും? അതെ, ഒന്ന്, യേശു ജീവിക്കുന്ന ദൈവമാണ്. അവിടെ വെച്ച് നടന്ന എല്ലാ സംഭവങ്ങളും ഇന്ന് ദൈവവചനത്തിൽ നമ്മൾ പഠിക്കുമ്പോൾ അത് ചരിത്രത്തിന് സാക്ഷ്യമാണ്. അത് അനേകം പ്രവചനങ്ങൾക്ക് അത് തുടക്കമാണ്. മാത്രമല്ല, ഉദ്ധാനം നടന്ന സ്ഥലമാണ്. നമ്മുടെ വീണ്ടും വരവിൻ്റെ പ്രത്യാശയും ആ ഒലിവുമല കാണുമ്പോൾ നമുക്കിന്ന് ലഭിക്കുകയാണ്. ദൈവം നമ്മളെ ഏവരെ അനുഗ്രഹിക്കട്ടെ. കർത്താവായ യേശുവിൻ്റെ വചനത്തോട് നമുക്ക് ചേരാം. അവൻ്റെ വരവിൻ്റെ അടയാളങ്ങൾ, അവൻ്റെ വരവിൻ്റെ ലക്ഷണങ്ങൾ, സ്തോത്രം, ആ ഒലിവുമല നമ്മളെ ഇന്നും പഠിപ്പിക്കുകയാണ്. ഇസ്രായേൽ യാത്രയിൽ ഞങ്ങൾ ഒരിക്കൽ സന്ദർശിക്കാനിടയായപ്പോൾ എപ്പോഴും ആ ഒലിവുമല കാണുമ്പോൾ ഒരു പ്രത്യാശ ഉള്ളിൽ വരികയാണ്. നാഥൻ വീണ്ടും വരുമ്പോൾ, തൻ്റെ ശത്രുക്കളുമായിട്ട് പ്രതികാരത്തിനായിട്ട് നാഥൻ വരുമ്പോൾ അവൻ്റെ കാൽ പതിക്കേണ്ട ഒരു സ്ഥലം, പിളർന്നു പോകുന്ന ഒലിവുമല, അതിൻ്റെ താഴവരയുടെ ശത്രുക്കളോട് രക്ഷപ്പെടും എന്നെല്ലാം ദൈവം നമ്മളെ പഠിപ്പിക്കുന്നു. സ്തോത്ര, ഹല്ലേലൂയ. ആ മല ഇന്ന് അനേകം ചരിത്രങ്ങൾക്ക് സാക്ഷിയായിട്ട് ഇന്നും അവിടെ നിലകൊള്ളുകയാണ്. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ ശക്തിപ്പെടുത്തുമ്പോൾ ദാവീദ് വിലപിച്ചതായ, യേശു വിലപിച്ചതായ ആ ഒലിവുമലയ്ക്ക് അനേകം വിലാപങ്ങളുടെ കഥ
കണ്ണുനീർ വാർത്ത സ്ഥലത്തിൻ്റെ സാക്ഷിയായ അനുഭവങ്ങൾ എല്ലാം ആ മലയ്ക്ക് കാണാനുണ്ട്. അതുപോലെ തന്നെ നമ്മളെയും അത് പഠിപ്പിക്കുന്നതാണ്, ജീവിക്കുന്ന ദൈവത്തിൻ്റെ വചനം എവിടെയൊക്കെ മുഴങ്ങിക്കെട്ടോ അവിടെയൊക്കെ ദൈവരാജ്യം ഇറങ്ങി വരും. ദൈവരാജ്യത്തിൻ്റെ ആ വലിയ ശക്തിക്ക് വേണ്ടി ദൈവരാജ്യത്തിൽ തൻ്റെ യേശു തൻ്റെ മഹത്വത്തിൽ തൻ്റെ ശിഷ്യരെ ചേർക്കുവാനായിട്ടുള്ള വരവിങ്കൽ ഒരുങ്ങുമ്പോൾ നമുക്കും പ്രാർത്ഥിക്കാം, കർത്താവേ അവിടുത്തെ വരവിങ്കൽ അടിയങ്ങളെയും ചേർത്തുകൊള്ളണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് നമ്മളേവരെയും അനുഗ്രഹിക്കട്ടെ.